അല്ല, നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ പാളിച്ചയാണ് ഈ ജയിൽ സുരക്ഷ എന്നൊക്കെ പറയുന്നത്. കേവലം വാക്കുകൾ കൊണ്ട് മാത്രമായി വിശേഷിപ്പിക്കേണ്ടതല്ല. എന്താണോ ശാസ്ത്രീയമായി വേണ്ടത് അത് ചെയ്യേണ്ടതാണ് സർക്കാർ. അത് ചെയ്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനെ പറ്റി പറയാവുന്ന ആദ്യത്തെ ഒരു പ്രതികരണം. അങ്ങനെയാണ് സർക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. മറ്റൊന്ന്, ഗോവിന്ദച്ചാമി എന്നുള്ളത് ഒരു പ്രതീകമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയൊക്കെ ഒരു പ്രതീകമായിട്ട് ഗോവിന്ദച്ചാമിയെ കാണാം. അതൊരു ഒരു മാനസികാവസ്ഥയാണ്. ഗോവിന്ദച്ചാമി എന്നുള്ളത് ഒരു വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ പേര് ചാർലി എന്നോ മറ്റോ ആണ്. ഗോവിന്ദച്ചാമി എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിലുള്ള പേര് മറ്റെന്തോ ആണ്. അപ്പോൾ ആ നിലയ്ക്ക് പേരിലല്ല കാര്യം, അതൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ദുഷ്ടലാക്കോടുകൂടി കാണുക, മൃഗീയ മനസ്സോടുകൂടി കാണുക, അവരവരുടെ ഈ മൃഗീയ ഭാവം അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിലൂടെ മാനസിക സംതൃപ്തി എന്താണോ ലഭിക്കുന്നതെന്നറിയില്ല. അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ എല്ലാം ചേർന്ന് നമുക്ക് ഒരു രൂപത്തെ സങ്കല്പിക്കാമെങ്കിൽ അതാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്.